രണ്ടാമത്തത് 290 കിട്ടി എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഓരോ വർഷത്തെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ 2022 പരീക്ഷയിൽ ഞാൻ പാസ്സായ വർഷം പബാഡിൽ നിന്ന് ഒരുപാട് പേർക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. മറിച്ച് ഈ വർഷം ആ വർഷം ഒരു 35 പേരാണ് കേരളത്തിൽ നിന്ന് ആൾമോസ്റ്റ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഏകദേശം 50 പേരോളം ക്ലിയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ പബാഡുള്ള ആരും കാര്യമായിട്ട് ഇല്ല. ഓരോ വർഷവും ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോ ആ വർഷം ചോദിക്കുന്ന പബാഡിന്റെ അല്ലെങ്കിൽ ഏതാണോ ഓപ്ഷനിൽ, ഞാൻ ഓപ്ഷണൽ എന്ന വാക്ക് ഉപയോഗിച്ചാൽ പോരാ, പബാഡിന് പകരം ഏത് ഓപ്ഷണലാണോ ഈ വർഷം മറിച്ച് വാട്ട് വാസ് ദാറ്റ് സബ്ജക്ട്, ആന്ത്രപ്പോളജി വളരെ റാങ്ക് 4 കിട്ടിയിട്ടുള്ള സിദ്ധാർത്ഥ് രാംകുമാർ, പുള്ളിക്കൊക്കെ 310+ എന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അത്രയും ഹയർ മാർക്ക് കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് വളരെ നല്ല റാങ്ക് കിട്ടുന്നത്. അത് ഓരോ വർഷവും മാറും. ഈ വർഷം സോഷ്യോളജിക്ക് നല്ല സ്കോർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് വിചാരിച്ച് നമ്മൾ ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ഓപ്ഷനിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല മാർക്ക് ഒരു ഓപ്ഷനിൽ കിട്ടി എന്ന് വിചാരിച്ച് അടുത്ത വർഷം അത് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഓപ്ഷനിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, ബിയോണ്ട് ദി സ്കോറിംഗ് അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ആ സബ്ജക്ട് ഇഷ്ടമാണോ. എനിക്ക് പബാഡ് ഇഷ്ടമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതും, പിന്നെ ഇതിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഗവൺമെന്റിൽ എന്ത് നടക്കുന്നു എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. പബാഡ് എന്ന് പറയുന്ന സബ്ജക്ട് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഹൗ എ ഗവൺമെന്റ് ബിഹേവ് ഫങ്ഷൻ. അപ്പൊ ആ ഒരു കണ്ടന്റ് കൊണ്ട് എങ്ങനെയാണ് ഗവൺമെന്റിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടാൻ വേണ്ടി ഞാൻ എടുത്തൊരു സബ്ജക്റ്റാണ് പബാഡ്. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മളത് എടുത്തു കഴിഞ്ഞാൽ നമ്മളതിനെ ഇഷ്ടപ്പെട്ട് നല്ല രീതിയിൽ പഠിക്കുക. ഇതിന്റെ ഭാഗമൊക്കെ ആയിട്ട് നമുക്ക് ടെസ്റ്റ് സീരീസ്, എഴുത്ത് പരീക്ഷകളുടെ ഒരുപാട് എക്സാമുകൾ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അത് എഴുതി നമുക്ക് അതിന് കിട്ടുന്ന ഫീഡ്ബാക്കിനനുസരിച്ച് നമ്മൾ എഴുതുന്ന രീതി ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് ഈ ഒരു ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എത്തുക. ഇനീഷ്യലി ഇപ്പോൾ ഞാൻ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ആൻസർ എഴുതുന്ന സമയത്ത് ഒരിക്കലും 290 മാർക്ക് കിട്ടുന്ന ആൻസർ ഞാൻ എഴുതിയിട്ടില്ല. വളരെ മോശം ആൻസേഴ്സ് തന്നെയായിരുന്നു. നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ എഴുതുന്നതിനേക്കാളും പാത്തറ്റിക് ആയിട്ടുള്ള ആൻസേഴ്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ എവിടെയാണ് എന്റെ സക്സസ് വന്നിട്ടുള്ളത്, ഞാൻ അതിൽ വീണില്ല. വീണ്ടും ഇമ്പ്രൂവ് ചെയ്യും. കിട്ടുന്ന ഫീഡ്ബാക്ക് കൃത്യമായിട്ട് എടുക്കും. നിങ്ങൾക്ക് മെന്റേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അങ്ങനെ പല ആളുകളും ഉണ്ടാവും ഈ പ്രോസസ്സിൽ. അവർ പറയുന്ന ഫീഡ്ബാക്ക് എടുക്കും, അതിനനുസരിച്ച് എൻ്റെ രീതി ഞാൻ അപ്ഡേറ്റ് ചെയ്യും, കുറച്ചും കൂടി നല്ല രീതിയിൽ എഴുതാൻ ശ്രമിക്കുക. അതിനോടൊപ്പം സബ്ജക്റ്റ് കുറേ തവണ റിവൈസ് ചെയ്യും. വെൻ യു റിവൈസ് മോർ യു വിൽ ഗെറ്റ് ബെറ്റർ ഡെപ്ത് ഇൻ ദാറ്റ് നോളജ്. കാരണം ഈ സബ്ജക്റ്റുകളൊക്കെ തമ്മിൽ നമുക്ക് എല്ലാ ചാപ്റ്ററുകളും തമ്മിൽ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു മൈൻഡ് മാപ്പ് കിട്ടണം. ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ 12ഓ 13ആമത്തെ ചാപ്റ്ററിൽ ഉണ്ടാവാം. എല്ലാത്തിനെ കുറിച്ച് ഐഡിയ ഉള്ള ആൾക്കാണ് അവിടെ ഒരു കൺസൈസ് ആയിട്ടുള്ള ഒരു ആൻസർ എഴുതാൻ പറ്റുള്ളൂ. അത് നമുക്ക് ഓവർ ദി പീരിയഡ് പഠിച്ച് കിട്ടുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഡെപ്ത് ആണ്. ഓക്കെ ആണോ? ഇന്റർവ്യൂ സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ള സ്റ്റേജ്. എന്താണെന്നറിയോ? പ്രിലിമിനറി രാവിലെ 2 മണിക്കൂർ പോയിരിക്കണം, ഉച്ചയ്ക്ക് 2 മണിക്കൂർ പോയിരിക്കണം, 4 മണിക്കൂർ. മെയിൻസ് എന്ന് പറയുന്നതാണ് ബോധം പോകുന്ന സ്റ്റേജ്. നിങ്ങൾ ഭാവിയിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അറിയാം. ഒരു വെള്ളിയാഴ്ച രാവിലെ എസ്എ എന്ന് പറയുന്ന ഒരു പേപ്പറിൽ തുടങ്ങും, 3 മണിക്കൂർ. പിറ്റത്തെ ദിവസം സാറ്റർഡേ രാവിലെ 3 മണിക്കൂർ, ഉച്ചയ്ക്ക് 3 മണിക്കൂർ, 6 മണിക്കൂർ എഴുതണം. ഈ എഴുതാന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി പരീക്ഷ എഴുതുന്ന പരിപാടി ഒന്നും അല്ലാടാ. പേപ്പർ കൈ കിട്ടുന്ന മുതൽ തൊട്ട് പേന വെച്ച് അമ്മാതിരി സ്പീഡിൽ എഴുതിയാലാണ് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. യു വിൽ അണ്ടർസ്റ്റാൻഡ് ഓവർ ദി പീരിയഡ്. നമ്മുടെ ഈ കൈയൊക്കെ ഇവിടെയൊക്കെ വേദന എടുത്ത് ഇങ്ങനെയൊക്കെ മൊത്തത്തില് കൈ ഒടിഞ്ഞ പോലെയാവും ഏത് രാവിലത്തെ ഒരു പരീക്ഷ കഴിയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ആ പരീക്ഷ നമ്മൾ എങ്ങനെ എഴുതി, നല്ലതാണോ പൊട്ടയാണോ, ആ മൈൻഡ് മാറ്റി നിർത്തിയിട്ട് വേണം അടുത്ത എക്സാം 3 hour എഴുതണ്ടേ. സൺഡേ 3 മണിക്കൂർ 3 മണിക്കൂർ, നെക്സ്റ്റ് വീക്ക് സാറ്റർഡേ 3 മണിക്കൂർ, സൺഡേ 3 മണിക്കൂർ. ഇതാണ് പ്രൊസീജിയർ. ഇന്റർവ്യൂ മറിച്ച് ഒരു 25-30 മിനിറ്റ് പോയി ഇരുന്ന് കൊടുത്താൽ മതി. UPSC ഭവനിൽ ചെന്ന് അവിടെ ഒരു 4-5 ആളുകൾ ഇരിക്കുന്നുണ്ടാവും. അവര് മുന്നിൽ ചെന്ന് നിങ്ങളൊരു അരമണിക്കൂർ നിങ്ങളുടെ ക്യാരക്ടർ ഒന്ന് ഫേക്ക് ചെയ്ത് സംസാരിച്ചാൽ മതി. കയ്യിലിരിപ്പ് കണ്ടാൽ ചിലപ്പോൾ നമുക്ക് ജോലി കിട്ടില്ല, ശരിയല്ലേ? അപ്പൊ അവിടെ ചെന്നിരുന്ന് നമ്മളെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു അരമണിക്കൂർ പ്രസന്റ് ചെയ്താൽ മതി. അതാണ് ആ ഒരു സ്റ്റേജിന്റെ അഡ്വാൻറ്റേജ്. ഒരുപാട് എഴുതണോ? വേണ്ട. ഒരുപാട് പ്രിപ്പയർ ചെയ്യണോ? പിന്നെ ചോദ്യങ്ങൾ നമുക്ക് പകുതി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്താണെന്നറിയോ? ഇന്റർവ്യൂവിന് പോകുന്നത് നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാരല്ലേ, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കല്ലല്ലോ പോകുന്നത്. അപ്പൊ നിങ്ങളെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങളേലും ബോർഡിന് ചോദിക്കാൻ വേണ്ടി നമ്മൾ ഇനീഷ്യലി അവർക്ക് ഒരു ഡോക്യുമെന്റ് ഫില്ല് ചെയ്ത് കൊടുക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഡീറ്റെയിൽഡ് അപ്ലിക്കേഷൻ ഫോം, ഡാഫ് എന്ന് പറയും. ഏകദേശം നമ്മുടെ ഒരു പകുതി ചോദ്യങ്ങൾ ഡാഫിൽ എന്തുണ്ടാവും? നമ്മൾ എവിടെ പഠിച്ചു, എന്ത് പഠിച്ചു, നമ്മുടെ ഈ പ്രിപ്പറേഷൻ ടൈമിൽ നമുക്ക് എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടോ,
നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും അവാർഡ്സ് കിട്ടിയിട്ടുണ്ടോ, അതേപോലെയുള്ള ഡാറ്റ, നിങ്ങളുടെ 10ാം ക്ലാസ്സിന്റെ റെക്കോർഡ്, +2, ഡിഗ്രി, PG, അങ്ങനെ കംപ്ലീറ്റ് ചരിത്രം, നിങ്ങൾ എവിടെ ജനിച്ചു, എവിടെ വളർന്നു, നിങ്ങളുടെ അച്ഛൻ അമ്മ ഇവരുടെ എല്ലാം ബാക്ക്ഗ്രൗണ്ട്, സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ്, അങ്ങനെ ഒരുപാട് ഡേറ്റ നമ്മൾ അവർക്ക് ഓൾറെഡി കൊടുക്കുന്നുണ്ട്. കുറേയൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. ഓക്കെ ആണോ? ബാക്കിയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഈ മെയിൻസ് പ്രിലിമിനറി സ്റ്റേജിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡേറ്റാസിനെ ബേസ് ചെയ്തിട്ടും ചോദിക്കും. ഒരു അരമണിക്കൂർ മാത്രമുള്ള ഒരു പ്രൊസീജിയറാണ്, മനസ്സിലായോ? ബാക്കി സ്റ്റേജിന് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ പറയുന്ന കാര്യം, ഉള്ളിലുള്ള കണ്ടന്റ് യു ഹാവ് ടു സ്പീക്ക് പ്രിസൈസ്ലി, എഫക്റ്റീവ്ലി. പറയുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കിയും അവർക്ക് അത്രയും എഫക്റ്റീവ് ആയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സ്കോർ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതും പ്രശ്നമില്ല. ഇന്റർവ്യൂ എന്ന് പറയുന്നത് മെയിൻസിന്റെ റിസൾട്ട് വന്ന് ഒരു 2-3 മാസം കഴിഞ്ഞാലാണ് സാധാരണ നമുക്ക് വരാം. ചില ആളുകൾക്ക് വളരെ മുന്നും വരാം. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷമാണെങ്കിൽ ഒരു ജനുവരിയിൽ തുടങ്ങി ഏപ്രിൽ അവസാനം വരെ നീണ്ടു നിന്ന പ്രോസസ്സാണ്. നമുക്ക് ഇത്തിരി ഭാഗ്യം കുറവാണെങ്കിൽ ചിലപ്പോൾ ജനുവരിയിൽ ആദ്യത്തെ ഡേറ്റ് തന്നെ കിട്ടും. ചിലപ്പോൾ നമുക്ക് ഏപ്രിലിലെ ഡേറ്റ് കിട്ടിയതിനാൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാൻ കിട്ടും. ഒരുപാട് മോക്ക് ഇന്റർവ്യൂ എന്ന് പറയും. മോക്ക് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ UPSC ഇന്റർവ്യൂ കൊടുക്കുന്ന രീതിയിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇപ്പൊ IAS IPS റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളെ, അതുപോലെ ഇമിനന്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകളെ ഇരുത്തി പാനൽ ഫോം ചെയ്ത് പലതരത്തിലുള്ള ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യും. നമ്മൾ അതിൽ പോയി പങ്കെടുത്തു കഴിഞ്ഞാൽ അവർ കിട്ടുന്ന ഫീഡ്ബാക്ക് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഇംപ്രൂവ് അവർ സെൽഫ്. ഓക്കെ ആണോ? ഐഡിയ കിട്ടിയോ? ഇതാണ് ഇന്റർവ്യൂ ഉള്ളതിൽ ഏറ്റവും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബേർഡൻ കുറവുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആണ്. ബാക്കിയുള്ള എല്ലാം അത്യാവശ്യം TDS ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ചോദിച്ചു മോളെ. പാരഗ്രാഫ് വൈസ് എന്ന് പറയുന്നത് ജനറലി നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ എഴുതുന്ന രീതിയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് കുറച്ചും കൂടി പോയിന്റ്സ് ആയിട്ട് എഴുതാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മുടെ പേപ്പർ നോക്കുന്ന ആൾക്ക് തനിക്ക് മാർക്ക് ഇട്ടരണം വല്ല നിർബന്ധം ഉണ്ടോ? ആളുടെ മുന്നിൽ റോൾ നമ്പർ അല്ലെ, ആര് വേണേലും ആവാം. അപ്പൊ അയാൾക്ക് അതെങ്ങനെ എഫക്റ്റീവ്ലി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതെങ്ങനെ എഫക്റ്റീവ്ലി അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു, അവർക്ക് എന്ത് കിട്ടും? കൂടുതൽ മാർക്ക് കിട്ടും. ഇപ്പൊ തന്റെ മുന്നിൽ ഞാൻ ഇതൊരു ആൻസർ പേപ്പർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇവാലുവേറ്റ് ചെയ്യാണ്. താൻ അതിലേക്ക് നോക്കുമ്പോ തന്നെ ആ ചോദ്യത്തിന്റെ ഡിമാൻഡ് അല്ലെങ്കിൽ പോയിന്റ്സ് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവാന്ന് വിചാരിക്കുക, താൻ നല്ല മാർക്ക് ഇടില്ലേ? മറിച്ച് പരത്തി എന്തൊക്കെയോ എഴുതി വെച്ച അതിന്റെ ഇടയിൽ എവിടെയൊക്കെ ഉത്തരം ഉണ്ട്. അതാണോ മാർക്ക് കിട്ടുക? മൊത്തം വായിക്കല് ബുദ്ധിമുട്ടാണ്. വായിച്ച അങ്ങേരെ തന്നെ എന്ത് ചെയ്യണം? അതിന്റെ പ്രിസൈസ് ആയിട്ടുള്ള ഐഡിയ ക്രിയേറ്റ് ചെയ്യണം. ദേ വോണ്ട് ടേക്ക് ദാറ്റ് മച്ച് എഫേർട്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? പോയിന്റ്സ് അല്ലെങ്കിൽ ഡയഗ്രം ഒക്കെ ആക്കിയിട്ട് നമ്മൾ എഴുതാനുള്ള കാരണം. അപ്പൊ അവർക്ക് നോക്കുമ്പോൾ അതേപോലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യും. നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് ഉപയോഗിക്കും. ഇതൊക്കെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത് വായിക്കുന്ന ആൾക്ക് എൻജോയ് ചെയ്യാനും പറ്റും, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അവരെപ്പോഴും ഓരോ ലൈൻ ബൈ ലൈൻ, വേർഡ് ബൈ വേർഡ് വായിക്കണം എന്ന് യാതൊരു നമുക്കറിയില്ല. കാരണം ഞാൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, UPSC പരീക്ഷയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പോയിട്ടില്ല. ഇതൊക്കെ നമ്മുടെ അസംഷൻസ് ആണ്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് യു ഹാവ് ടു മേക്ക് ദി വർക്ക് ഓഫ് എക്സാമിനർ മോർ ആൻഡ് മോർ ഈസിയർ. വെനെവർ യു മേക്ക് ഇറ്റ് മോർ ഈസിയർ യു വിൽ ഫെച്ച് മോർ മാർക്ക്. ഐഡിയ കിട്ടിയില്ലേ? എത്രത്തോളം പണി എളുപ്പാക്കി കൊടുക്കുന്നോ അത്രത്തോളം അയാൾ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ഇടും. കുറച്ച് പാരഗ്രാഫ് വൈസ് എഴുതിയാലും നല്ല മാർക്ക് മേടിക്കുന്ന ആൾക്കാരുണ്ട്, പോയിന്റ് വൈസ് എഴുതിയിട്ട് മാർക്ക് മേടിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ജനറലി എഴുതിയ കുറച്ച് പാരഗ്രാഫ്, കൂടുതൽ ബുള്ളറ്റ് പോയിന്റ്സ്, ഡയഗ്രാംസ്, അതൊക്കെയാണ് നല്ല നല്ല മാർക്ക് മേടിക്കുന്ന, കാലാകാലങ്ങളായിട്ട് പാസ് ആവുന്ന ആളുകൾ ചെയ്യുന്ന ഒരു രീതി. ഇപ്പൊ തനിക്ക് അതിനൊരു ഐഡിയ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ മതി. UPSC ടോപ്പേഴ്സ് ആൻസർ ഷീറ്റ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ 1ാം റാങ്ക് തൊട്ട് പല ആളുകളുടെയും ആൻസർ ഷീറ്റ് കിട്ടും. അവരൊക്കെ ഉത്തരം നോക്കിക്കഴിഞ്ഞാൽ എന്ത് കാണാം? ഇൻട്രൊഡക്ഷൻ ഒന്നോ രണ്ടോ ലൈൻ എഴുതി കുറെയൊക്കെ ബുള്ളറ്റ് പോയിന്റ്സ് അല്ലെങ്കിൽ ഡയഗ്രം ഒക്കെ ആയിട്ടായിരിക്കും അവർ ചെയ്യുക. ഇതിന് പല ഗുണങ്ങളുണ്ട്. ഈ ഒരു പോയിന്റ് മാത്രം താൻ ഫോക്കസ് ചെയ്താൽ മതി. നമ്മള് 2 പുറം 7.5 മിനിറ്റിൽ എഴുതണം. ഈ 7.5 മിനിറ്റിന്റെ ഉള്ളിൽ ചോദ്യം വായിച്ച് മനസ്സിലാക്കണം, ആ ചോദ്യത്തിൽ എന്തൊക്കെ സബ് ക്വസ്റ്റ്യൻ ഉണ്ട് എന്ന് മനസ്സിലാക്കണം, അതിന്റെ ഉത്തരം ഫ്രെയിം ചെയ്യണം, അതിന് എക്സാമ്പിൾ ഫ്രെയിം ചെയ്യണം, ഇൻട്രോ ഫ്രെയിം ചെയ്യണം, കൺക്ലൂഷൻ ഫ്രെയിം ചെയ്യണം. ഇത്ര ഫ്രെയിമിങ് ചെയ്യുമ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് ഒക്കെയാണ് പിന്നെ എഴുതാൻ അല്ലെങ്കിൽ നമുക്ക് കിട്ടുള്ളൂ. ആ ടൈം കൊണ്ട് ഈ 2 പുറം ഫുള്ള് എഴുതാ പാരഗ്രാഫ് എഴുതണമെങ്കിൽ എത്ര വേർഡ്സ് വേണം? ഒരുപാട് വേർഡ്സ് എഴുതിയിട്ട് വേണം നമുക്ക് തീർക്കാൻ. നമ്മൾ ഫുള്ള് ഇങ്ങനെ ലൈൻ ബൈ ലൈൻ എഴുതാന്ന് വിചാരിക്കും. ഇങ്ങോട്ട് നോക്കിയേ, ഇതാണ് UPSCയുടെ ഒരു ആൻസർ ഷീറ്റ് എന്ന് വിചാരിക്കുക. എല്ലാം ഞാൻ ലൈൻ ആയിട്ട് എഴുതാന്ന് വിചാരിക്കുക. ഒരുപാട് വേർഡ്സ് ഞാൻ എഴുതണം അല്ലെ? ഓക്കെ ആണോ? ഒരുപാട് വേർഡ്സ് എഴുതണം. അതേ ഉത്തരം തന്നെ ഞാൻ ഒരു ഇൻട്രോ കൊടുത്തു,
ഒരു ഡയഗ്രാം കൊടുത്തു, സം എക്സാമ്പിൾ കൊടുത്തു, 1-2 ബുള്ളറ്റ് പോയിന്റ്. അപ്പൊ ഞാൻ കുറെ സ്പേസ് ഒന്നും എഴുതിയിട്ടില്ലല്ലോ ഇതില്. അപ്പൊ നമുക്ക് അത്രയും സ്പേസ് എഴുതേണ്ട ടൈം ലാഭിക്കാം. പക്ഷെ തനി എഴുതുന്ന അതേ ഐഡിയ തന്നെ ഞാൻ ഇതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഈ ഡയഗ്രാം അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിന്റിലൂടെ. അപ്പൊ നമുക്ക് കുറച്ചും കൂടി കുറവ് വേർഡ്സ് മതി, നമുക്ക് ടൈം ഉപയോഗിച്ച് ബാക്കി ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. താൻ ചിലപ്പോൾ ഇതുപോലെ പാരഗ്രാഫ് ആയിട്ട് എഴുതാച്ച 12, 13, 14 ചോദ്യമൊക്കെ എഴുതാം. ഞാൻ ഈ ഒരു ടെക്നിക്ക് വെച്ച് 20 ചോദ്യം കംപ്ലീറ്റ് ചെയ്യും. അൾട്ടിമേറ്റ്ലി ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും കൂടുതൽ എല്ലാ ചോദ്യത്തിനും മാർക്ക് കിട്ടുക. എന്തുകൊണ്ട് എന്നൊരു ഐഡിയ ഈ സ്റ്റേജിൽ കിട്ടിയില്ലേ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളത് നമുക്ക് ഓവർ ദി പീരിയഡ് ലേൺ ചെയ്യാം.